അതിന്റെ കൂടെ കയറി തിന്നേ. സുധാ സുധാ നീക്കേ നീക്ക് ഞാൻ ഇരിക്കട്ടെ കുറച്ചേരേ അവിടെ. അവിടെ ഇരുന്നോ. അവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്കാനല്ലേ, ഈ കസാലയുടെ മുകളിൽ ഇരിക്കാനാണ്. കസാലയുടെ മുകളിൽ ഇരിക്കാനാടാ. കസാരയിലെ ഞാനല്ലേ. അവിടുത്തെ ഡീക്ക് കുറച്ചേരം ഇരിക്കട്ടെ, തണ്ടലിനും വയ്യാതാണ്. ആ സോഫയിലിരുന്നോ. സോഫയിൽ ഇരിക്കാനാണ് കഴിക്കുക. അവിടെ ഇരുന്ന പരമ്പടി ഇരിക്കണക്കേ. ഇക്കിവിടെ ഇരിക്കണമെന്ന്. ഇന്ന് ഞാനല്ലേ. ഇന്നെങ്ങനെ ഇരിക്കാവൂ? എങ്ങനെ ഇരിക്കാവൂന്ന്? വെള്ളിയാഴ്ച അല്ലേ. ഇന്ന് ഏതാ ദിവസം? വെള്ളിയാഴ്ച. ഇന്ന് വ്യാഴാടാ. ഇന്ന് വ്യാഴാഴ്ച ആണ്. പോയി കേട്ടായിരുന്നു വെള്ളിയാഴ്ച. ഈ കസലിന്റെ മുകളിൽ വർത്തനം ഉണ്ടാക്കരുത് എന്ന് മണ്ടോതിര് പറയുന്നുണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താ ഇത് കേക്കാത്ത? വെള്ളിയാഴ്ച അല്ലേ. ഇന്ന് വെള്ളിയാഴ്ച അല്ല നായ, ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴം. എന്തുപ്പാ എടാ ഇങ്ങട് മാറി നിക്കണേ. ഇങ്ങടെ എഴുന്നേറ്റ് മാറി. ഞാൻ ഇരിക്കട്ടെ കുറച്ചു നേരേ. പോട്ടെ. സുഖതാ കളിക്കാൻ നിൽക്കരുതിട്ട് എന്നോട് കളിക്കാൻ നിൽക്കരുത്. ഞാൻ മാറ്റണോ? മാറി ഇങ്ങോട്ട് നീക്കേ. ഇങ്ങോട്ട് നീക്കി സുഖത. നോക്ക എന്നെ തലയിടാൻ നിൽക്കരുത്. നീക്കി ഏട്ടാ പോ. ഞാന നീക്കി നീക്കടാ. ഇങ്ങോട്ട് നീക്കി സുഖത. നീക്കി ഇങ്ങോട്ട് നീക്കേ. ഇങ്ങോട്ട് നീക്കടാ. എന്തിനാ ഈ കക്കാലിയെ തള്ളിപ്പൊച്ചിരിക്കരുത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലേ ഞാൻ പറഞ്ഞിട്ട് എന്നോട് എഴുന്നേക്ക് 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 ഇങ്ങോട്ട് എഴുന്നേക്ക്. അയ്യോ അയ്യോ എണീറ്റ്. അയ്യോ അയ്യോ അമ്മേ അമ്മേ നിങ്ങൾ അമ്മേ എന്താണ് എന്താ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്? അയ്യോ വീണ്ടും തുടങ്ങി. അച്ഛാ അമ്മേ എന്റെ ദൈവമേ. അമ്മേ അമ്മേ ഞാൻ കൊച്ചിനെ ഉറക്കട്ടെ. അച്ഛാ എന്റെ ദൈവം. അയ്യോ എനിക്ക് ഇതിനെ കൊണ്ടൊന്ന് പൊക്കാൻ വയ്യല്ലോ. എന്താണത്? അയ്യോ ഈ കാസേരയിൽ ഇന്ന് ഞാൻ ഇരിക്കേണ്ടതാണ്. അതെ അച്ഛനത്തിന് ഓർമ്മ കൊള്ളല്ലേ, അങ്ങ് വിട്ടു കൊടുത്തേക്കണം. ഇന്ന് വ്യാഴാഴ്ചല്ലേ? വെള്ളിയാഴ്ച. വേണ്ട ഞാനാ. അത് പറയില്ലേ? എന്റെ ഭഗവാന്മാരെ. അച്ഛാ അതെ അച്ഛ ഇവിടെ ഇരിക്കോ. ഞാൻ ഈ അച്ഛൻ്റെ അടുത്തൊന്ന് പറയട്ടെ. ഇവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. ഇന്ന് ഞാനാ അവിടെ. വെള്ളിയാഴ്ച. പതുക്കെ. എന്താ അച്ഛ ഇത്? അതെ ഇതെന്താണിത്? അച്ഛനത്തിരി ഓർമ്മ വെച്ചോണ്ടെന്ന് അറിഞ്ഞൂടെ? വിട്ടു കൊടുത്തേക്കണെന്ന്. വിട്ടു കൊടുക്കണത് അവന്റെ അവൻ മാനപ്പൂർവ്വം ഇല്ലാതെ കേറിയിരിക്കട്ടെ. നിനക്കറിയോ നിന്റെ അമ്മ മണ്ടു ഞങ്ങളെ രണ്ടാളെയും ഭാര്യ അവള് മരിച്ചു പോകുന്നതിന് മുമ്പ് വാങ്ങിയതാണ് ഈ കസേര. ഞങ്ങളുടെ മണ്ടു വാങ്ങിയതാണ്. ഇവൻ എന്നും തോന്നിയാസിയാ. അപ്പൊ ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യായിട്ട് അവൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമം അത്. തിങ്കളാഴ്ച അവനിരിക്കട്ടെ, ചൊവ്വാഴ്ച ഞാൻ ഇരിക്കും, ബുധനാഴ്ച വീണ്ടും അവനിരിക്കാം, വ്യാഴാഴ്ച ഞാൻ ഇരിക്കണം. ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു നിന്റെ തലവണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു. അതെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട. കുറച്ച് കഴിയുമ്പോ മൂത്രം ഒഴിക്കാൻ എണിച്ച് പോകുമ്പോ നമുക്ക് അവിടെ കയറി ഇരിക്കാന്ന് മറന്നു പോവും. അതെങ്ങനെ കിടന്ന് ബഹളം വെക്കരുത്. ഇന്ന് അറിയാലോ എന്ത് ദിവസമാണെന്ന്. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മുടെ പ്യാരി വരുന്ന ദിവസമല്ലേ.
ദമയന്തിയുടെ മറന്നുപോയാ വരും അവൻ. ആര്? കറവക്കാരനാ? അല്ലച്ചാ, മരുമോനെ, നമ്മുടെ പ്യാരി. ആ, പുതിയ കറവക്കാരൻ. കറവക്കാരൻ്റെ അച്ഛൻ. കറവക്കാരൻ ബഹളം വെക്കരുത്, അവൻ ഇപ്പൊ ഇങ്ങെത്തും. മോശമല്ലേ നമുക്ക്? ആയിക്കോട്ടെ. ഈ പുതിയ കറവക്കാരനെ ഇവിടുത്തെ നേരത്തെ വന്നിരുന്നില്ലേ പണ്ട്? ആ, അപ്പൊ ബാത്റൂമിലെങ്ങാനും പോണോ? ആ കറവക്കാരനോട് പ്രത്യേകം പറയണം, നന്ദിനി ചവിട്ടും. എന്തിനു ചവിട്ടു? ആട്ടുംകാടൻ കൂർക്കപ്പേര് കണ്ടാ തിരിച്ചറിയില്ല, എന്നിട്ട് ഇരുന്നിട്ട് ചലിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കൂർക്കപ്പേരിയ? അത് കൂർക്കപ്പേരിയാ. ആട്ടുംകാട്ടെ കൂടെ കൂർക്കപ്പേര് ഉണ്ടാക്കുന്നുണ്ട്, അത് എടുത്ത് തൂത്തോ. അതെ, ചായ വല്ലതും വേണോ? ഒന്നും വേണ്ട. ആ ശരി. അച്ഛന് വേണോ? എന്ത് ചായ വേണോ? ചായ ചായ കുടിച്ചിട്ട് എനിക്ക് മൂത്രം കഴിക്കാൻ മുട്ടിയിട്ട് ഞാൻ ഇരിക്കുമ്പോ അവനെവിടെ ഇരുത്താനല്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നല്ല ഓർമ്മയാണല്ലോ. ആവശ്യത്തിനുണ്ടാവില്ല. ആ വന്നല്ലോ. കറവക്കാരനാ? അതാ മോളെ, മോളെ. കാറിലാ കറവക്കാരൻ? കറവക്കാരൻ ഇല്ല, വൈഫ് ഹൗസിലേക്കാണ് നേരിട്ട് പോകുന്നതേ. മോനൊന്നും കണ്ടിട്ടില്ലല്ലോ നേരിട്ട് ഇതുവരെ. ആ ഞാൻ വിളിച്ചോളാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അയ്യോ അച്ഛ, അവിടെ നിന്നാ മതി, അങ്ങോട്ട് തന്നെയാ വരുന്നത്. എത്രയാണ്? ഓ സൂക്ഷിച്ചു കേട്ടോ, രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേട്ടോ. യാത്ര കുഴപ്പമില്ല. സുഖമായി. എന്തിനാണ് നടക്കണത്? സമാധാനമില്ല, പറഞ്ഞു കഴിഞ്ഞാ പിന്നെ. ഫോണൊക്കെ കൊടുന്നോ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മൊബൈല് കെട്ടിയിട്ട്. ഫോനെന്തി മോനകത്തുണ്ട് ഉറങ്ങാം. ഞാൻ പിടിച്ചോളാം. അപ്പപ്പാ സുഖമല്ലേ? കറവക്കാരനാ? കറവക്കാരനാ? അതെ, നന്ദിനിന്റെ അവിടെ പിടിക്കുമ്പോഴേ സൂക്ഷിക്കണം, ചവിട്ടും. ഞാൻ നോക്കിക്കോളാം. മയത്തില് നിന്ന 2 നാഴി പാല നടക്കാം. കറവക്കാരൻ അങ്ങോട്ട് പിന്നിലേക്ക് വാട്ടാ. പിന്നിലേക്ക് അതൊന്നും കുറയുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാണ്ട് അങ്ങനെ നടക്ക്. എല്ലാം സമ്മതിച്ചു കൊടുത്താൽ മതി. വരെ കുട്ടിയിട്ട് നടക്കാനും പറ്റില്ലല്ലോ. സമാധാനായി. ആയിട്ടാണെന്നേ എല്ലാം. അമ്മ ഒരു തീരുമാനം പറ. അത് തന്നെയാടി ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. അല്ല, എന്റെ ലീവ് തീരാറായി. എന്താ നമ്മുടെ തീരുമാനം? അല്ല പ്യാരി, നീ പോകുമ്പോ തന്നെ ഇവളെയും കൂടെ അങ്ങ് ദുബായി കൊണ്ടുപോകണമെന്നുണ്ടോ? ആ ജോലി അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ജോലി നോക്കാലോ. അമ്മ എന്ത് വർത്താനം പറയണ? ഇത്രയും നല്ല ജോലി നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്ത് ജോലിക്ക് ശ്രമിക്കാനാണ്? ഇപ്പൊ പ്രസവത്തിനായതുകൊണ്ടാണ് ഇത്രയും ലോങ് ലീവ് കിട്ടിയത്. എന്നാലും ഈ പൊടി കുഞ്ഞിനെ വെച്ചോണ്ട് എങ്ങനെ അവള് ജോലിക്ക്? അതാണിപ്പോ. അല്ല, അമ്മക്ക് കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ കൂടെ ഒന്നും നിക്കാൻ പറ്റില്ലേ? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ 2 അച്ഛന്മാരെ ഇടയിൽ കിടന്നോണ്ട് ഞാൻ പെടുന്ന പാട് ചില്ലറയൊന്നും അല്ല. 1-2 കൊല്ലം കൂടി കഴിഞ്ഞാൽ സെഞ്ചുറി അടിക്കണ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിന്റെ വളർച്ച അറിയാൻ പറ്റും. അമ്മ ഒന്ന് വന്ന് കൂടെ നിന്നാ അവൾക്കും ഒരു ശ്രദ്ധ കിട്ടും, കുഞ്ഞിനെ നോക്കാം. പുറത്തുനിന്ന് ഒരാളെ നിർത്തണ പോലെ അല്ലല്ലോ സ്വന്തം അമ്മ നോക്കണത്. അല്ല, അത് ശരിയാണ്. കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കും വിഷമം തന്നെ. അമ്മാവനെ ഏൽപ്പിക്കാൻ പറ്റില്ല കുറച്ചു നാളത്തേക്കെങ്കിലും? അമ്മാവന്മാരുടെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? എങ്ങനെ അവരൊന്നും ഏക്കൂലെന്നേ. അമ്മാവന്മാരോടൊന്ന് പറയേ, കുറച്ചു ദിവസം അച്ഛന്മാരൊന്ന് നോക്കാൻ പറ. ഇനി തല്ലു പിടിക്കണതിന് വരെ ഒരു കസേരയും കൂടി നമുക്ക് മേടിച്ചു കൊടുത്താ പോരെ? അമ്മ ഒന്നും കൂടി ഒന്ന് ആലോചിക്ക്. എന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലും ഉണ്ടായെങ്കിൽ ഞാനത് ചെയ്യൂലേ? എന്റെ അമ്മയാണെങ്കിൽ മരിച്ചുപോയി. നീ എന്താ മുണ്ടാതിരിക്കണ? പറയേ. ഞാൻ എന്ത് പറയണ? ഞാൻ നേരത്തെ തന്നെ അമ്മ അടുത്ത് പറഞ്ഞതാ. എടാ, അപ്പൊ അമ്മാവന്മാരോട് ആര് സംസാരിക്കൂ? അമ്മാവന്മാരോട് ഞാൻ പറഞ്ഞു നോക്കാന്ന്. അല്ല ഏട്ടാ, അമ്മയുടെ പാസ്പോർട്ടിന്റെ ഒക്കെ ശരിയാക്കണ്ടേ? പാസ്പോർട്ടൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. അതിപ്പോ പഴയ പോലെ ഒന്നും അല്ലല്ലോ, ഓൺലൈനിൽ പെട്ടെന്ന് കിട്ടും തൽക്കാലം അപേക്ഷിച്ചാല്. എനിക്ക് ഇവരെ കാര്യത്തിലാണ് ഒരു അമ്മ അതിന് ടെൻഷനൊന്നും അടിക്കണ്ട. അമ്മമാരുടെ അടുത്ത് ഞങ്ങൾ വന്ന് സംസാരിക്കാം, അച്ഛന്മാരെ അവരുടെ അടുത്ത് ആക്കാം. ഒരാൾക്ക് ആ കസേര, ഒരാൾക്ക് ഒരു കറവക്കാരനെയും കൊടുത്താൽ അവര് ഹാപ്പിയാണ്. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് കളയാൻ പറ്റുമോ? അമ്മ ഒന്ന് ആലോചിക്കും മര്യാദക്ക്, തടസ്സം പറയാതെ.
സ്വന്തം മോളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. അതെ, പഞ്ചായത്ത് സെക്രട്ടറി മൊയ്തു ആണ്. നിങ്ങളെ പേരെന്താണ്? സംസുദ്ദീൻ പി കെ ആണോ? ആ, നിങ്ങള് കഴിഞ്ഞ മാസം 14-ാം തീയതി അല്ലേ ഇവിടെ അപേക്ഷ തന്നത്? ആ അതെ. അപ്പൊ 17-ാം തീയതി സംഭവം ഇവിടുന്ന് വിട്ടിക്കണ്, നമ്മളെ ഓഫീസിൽ നിന്ന് സംഭവം വിട്ടു. അപ്പൊ നിങ്ങൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നമ്മളെ ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കണം. ഇനി കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഇരിക്കും കേട്ടോ. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു വിട്ടിക്കണേ. ആ ശരി. ആ ഓക്കെ. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു സാറേ? എന്റെ പേര് പാരിജാതൻ. ഞാൻ ഗൾഫിലാ വർക്ക് ചെയ്യണത്. ഇതെന്റെ വൈഫിന്റെ അമ്മയാണ്. അമ്മയുടെ മാരേജ് സർട്ടിഫിക്കറ്റിലെ ഒരു ചെറിയ പെശകുണ്ട്, അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ല, ഭാര്യയുടെ അമ്മേന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി? 33 വർഷമായി സാറേ. 33 കൊല്ലമായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ പെശ കണ്ടുപിടിക്കണേ? അല്ല സാറേ, എന്റെ വൈഫും ഗൾഫിൽ തന്നെയാണ് ജോലി ചെയ്യണത്. അപ്പൊ അവള് പ്രസവിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. ഇനി അധികം ലീവും ഇല്ല. അപ്പൊ അമ്മനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോഴാണ് SSLC ബുക്കിൽ സത്യശീലനും മാരേജ് സർട്ടിഫിക്കറ്റിൽ സുഗതനും കിടക്കുന്നത്. അപ്പൊ ആ മാരേജ് സർട്ടിഫിക്കറ്റിലെ സുഗതനൊന്ന് മാറ്റിയിട്ട് അവിടെ സത്യശീലനാക്കി തന്ന ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഒരാൾക്കെന്നെ 2 പേര് വന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അക്ഷരത്തിട്ട് എന്തെങ്കിലും വന്നാണോ? ഇല്ല, 2 അച്ഛനുണ്ട്. 2 അച്ഛൻ്റെ കേക്ക്? 2 അച്ഛനുണ്ട്. അപ്പൊ അത് ഒരാള് പോയപ്പം വേറൊരാളെ പിന്നെ കല്യാണം കഴിച്ചു, അങ്ങനെയാണോ? അല്ല സാറേ, 2 അച്ഛൻ. 2 അച്ഛൻ തന്നെ ഉണ്ടല്ലേ? അമ്മനെ 2 പേരും കൂടി ഇതിങ്ങനത്തെ കേസ് റയർ കേസ് ഉണ്ട്. ഞാൻ പണ്ട് കൊല്ലത്ത് വർക്ക് ചെയ്ത സമയത്ത് ഇതുപോലത്തെ ഒരു കേസ് വന്നേനെ. ഇതെന്താ സംഭവം എന്നറിയോ? ഈ ഏട്ടനനിയന്മാര് സ്വത്ത് ഭാഗം ചെയ്ത് പോണ്ടാച്ചിട്ട് ഒരാളെ തന്നെ കിട്ടും. അങ്ങനെ അതായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അറിയില്ല, ഞാൻ വരുമ്പോ 2 അച്ഛനുണ്ട്. 2 ആളുണ്ട്. ഇതിപ്പോ ഞാൻ എങ്ങനെ വിശ്വസിക്കുക ഏതാണ് അച്ഛൻ എന്നുള്ളത്? കാരണം DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇത്. അയ്യോ, അവര് 2 പേരും വീട്ടിൽ തന്നെ ഉണ്ട് സാറേ. അല്ല, ഇവര് ജീവനോട് ഉണ്ട് ഇപ്പൊ 2 ആളും? 2 പേരും വീട്ടിലുണ്ട്. ആണോ? പിന്നെ 100 വയസ്സിനടുക്കാറായി 2 പേർക്കും നല്ല ആരോഗ്യമുണ്ട്. ഈ DNA ടെസ്റ്റ് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിട്ട്. പിന്നെ SSLC ബുക്ക് തിരുത്താൻ ശ്രമിച്ചപ്പോ അത് അതിലും വലിയ പാടാണ്. നമുക്കാണെങ്കിൽ ഈ മാസം പോവുകയും കൂടി. എന്താ നിങ്ങൾ പറയണേ ഇപ്പൊ? സാറേ, ആ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ അവിടുത്തെ സുഗതൻ എന്നുള്ളതൊന്ന് സത്യശീലൊന്നും തിരുത്തി തന്നാ മതി സാറേ. അതൊന്നും തിരുത്താൻ പറ്റൂല. മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒരു പേരൊക്കെ നമ്മൾ മാറ്റുക, തിരുത്താൻ പറ്റുക? എന്റെ പണി പോണ കേസല്ലേ? അങ്ങനെ പറയരുത്. ചെറിയ കുഞ്ഞാണ്, അവനെ നോക്കാൻ ആരുമില്ല. അവള് ജോലിക്ക് പോകുമ്പോഴേ, അതുകൊണ്ടാ അവരെന്നെയും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അല്ല അമ്മ, നിങ്ങളെ ബസ്മൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എന്റെ കയ്യിൽ ഒതുങ്ങൂല. അല്ലെങ്കിലും ഞാനല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ട LSGD യാ. അത് തിരുവനന്തപുരത്താ. അപ്പൊ ഞങ്ങള് തിരുവനന്തപുരത്ത് പോണോ? അല്ല, നിങ്ങൾ അപേക്ഷ ഇവിടെ തരിക, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അയക്കും. പിന്നെ നിങ്ങൾ അവിടെ പോണോ? സാറേ, എവിടെ വേണേലും പോവാ സാർ. ഒന്ന് സ്പീഡാക്കി തന്നാലൊന്നും. അല്ല, ഞാനിവിടുന്ന് അപേക്ഷ പെട്ടെന്ന് തന്നെ വിട്ടോളാം. അല്ലാണ്ട് ഇപ്പൊ വേറെ ഒന്നും ഇപ്പൊ. അപ്പൊ ഈ തിരുവനന്തപുരത്ത് പോകുമ്പോ ഈ അച്ഛന്മാരെ കൊണ്ടുപോകേണ്ടി വരുമോ? അങ്ങനെ കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരാൾ പോയാൽ മതി. ആണോ? ഒരച്ഛൻ മതിയോ? ഒരച്ഛനല്ല, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ പോയാൽ മതി. രണ്ടാളും പോകേണ്ട കാര്യം. മറ്റേ കണക്ഷൻ കൊടുത്താൽ മതി. ഇതിപ്പോ കട്ട് ചെയ്യേണ്ട ആവശ്യം. ഇനി ഇത് എത്ര വർഷം പൈസ അടയ്ക്കാണ്ട്? മോനെ, ഒരു മിനിറ്റ്. മോനെ, മോനെ ഞാൻ ഇതുവരെ കണ്ടില്ല ഈ ഭാഗത്ത്. നമ്മള് ഇവിടുത്തെ ആളല്ല. അപ്പൊ എടാ, വയനാടാ വീട്. വയനാടാന്ന്? ഇത് ഇവിടെ വന്ന് ഇവിടെ കേബിളിന്റെ പണിക്ക് വന്നെയാ. ഓ അത് ശരി, കേബിളിന്റെ പണിക്ക് വന്നതാ. ചേട്ടൻ ഇവിടെ ഇല്ല? ഞാനിവിടെ തന്നെ. ചേട്ടന്റെ പേരെങ്ങനെയാ? പേര് ഉണ്ണി. എന്ത് ചെയ്യുന്നേ? എന്ത് ചെയ്യുന്നെന്ന് മോൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ചിലപ്പോ വിശ്വസിക്കില്ല. ഞാനേ B+B സൂപ്പർ മാർക്കറ്റ് മുതലാളിയാണ്. മുതലാളിയോ? ഈ വേഷം കണ്ട് മോനിപ്പോ ചോദിച്ചില്ലേ? ഞാൻ അങ്ങനെയാ മോനെ. മനുഷ്യന്റെ മനസ്സറിയാൻ, മനുഷ്യ മനസ്സിന്റെ നൊമ്പരത്തിന്റെ വേരിയേറ്റം അറിയാൻ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഒരു വവ്വാലിനെ പോലെ, ഒരു ഉറുമ്പിനെ പോലെ, ഒരു പൂച്ചയെ പോലെ, ഒരു കാക്കയെ പോലെ, പട്ടിയെ പോലെ തിരിഞ്ഞു നടക്കും. അതറിയണം എന്താണ് മനുഷ്യൻ, അവൻ എന്താണ് പ്രശ്നങ്ങൾ. ഞാൻ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ചിലവരെ കാണുമ്പോ ഞാൻ ചോദിച്ചു, ഒരു 100 ഉറുപ്പ് തരുമോ? അവൻ 100 ഉറുപ്പ് എടുത്തു തരും. ഞാൻ അവന്റെ നമ്പർ വാങ്ങും. എന്തിന്? വൈകുന്നേരം എന്റെ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ ഒരു 2000 ഉറുപ്പിന്റെ സാധനം അവന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അതിനാ ഞാൻ നമ്പർ വാങ്ങുന്നു. പൈസ തന്നാളെ വീട്ടിലോട്ടോ? അതങ്ങനെയാടാ. കാരണം അവനക്ക് മനസ്സായി, അവന്റെ മനസ്സ്. എനിക്കൊരു സ്പാർക്ക് ഉണ്ട് എന്റെ കണ്ണില്. അങ്ങനത്തെ ഞാൻ ചോദിക്കും. അങ്ങനെ ഞാൻ വേണ്ടു. അതിന് വേണ്ടിട്ടല്ല, കൊടുക്കാനാ.
ഇതിനിടയ്ക്ക് ഒരു 3-4 ദിവസം മുമ്പ് ഈ കടക്കാരൻ്റെ മുമ്പ് ഒരുത്തനോടെ 50 ഉറുപ്പ് വെച്ചു. അവനൊരു നോട്ടം, ഞാൻ പുഞ്ചിരി കൊണ്ട് നേരിട്ടു. ആ റിഫ്ലാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ മീനിങ്ങില്. അവൻ പോയി വീഡിയോക്കാരനോട് പറഞ്ഞു, ഒരു 100 ഉറുപ്പയുണ്ട്. ഞാൻ അപ്പൊ നമ്പർ മേടിച്ചു. വൈകുന്നേരം എന്റെ മാനേജർ ഒരു 3000 രൂപ സാധനം അയച്ചു കൊടുത്തു. അതാടാ മനുഷ്യൻ എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോ ഒരാളെ തപ്പിയിറങ്ങിയാണ്. ഞാൻ പോട്ടെ മോനെ, സമയമില്ല. കേട്ടാ ചേട്ടൻ ഇപ്പൊ ഒരാളെ തപ്പി ഇറങ്ങിയല്ലേ? അതെ. 200 രൂപ ഞാൻ തരട്ടെ? അയ്യോ വേണ്ട മോനെ, വേണ്ട. അല്ല ഞാൻ തരാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കും, മനസ്സറിഞ്ഞു തരുന്നതാണോ? ആ മനസ്സറിഞ്ഞിട്ടായിരുന്നേ. സത്യമായിട്ട് എന്റെ തലയിൽ തൊട്ട്. ഈ സത്യമായിട്ട് കോടികൾ കയ്യിലിട്ട് പടക്കയാണ്. അപ്പം ഞാൻ 200 വാങ്ങുന്നത് ശരിക്കും വൈരുദ്ധ്യമാണ്. പക്ഷെ അറിയണ്ടട അമ്മ, മനുഷ്യന് തിരിച്ചറിയട്ടെ. 7:40 4000 രൂപ സാധനം വീട്ടിലേക്ക് വരും മോനെ. മോന്റെ നമ്പറോട്ട് ഞാൻ സ്മാർട്ട് ഫോൺ ഒന്നുമില്ലേ? എന്തിനാ സ്മാർട്ട് ഫോൺ? ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെന്തിനാ സ്മാർട്ട് ഫോൺ? നമ്മളൊക്കെ സ്മാർട്ടായ പോലെ. എന്റെ പേര് സേവ് ചെയ്തിട്ടുണ്ട് സ്വരൂപ്. ഓക്കെടാ, സന്തോഷം. കാണാം, ഇനിയും കാണാം. ബൈ. എന്തല്ല മനുഷ്യനാ. 200ന്റെ നല്ല മനുഷ്യൻ, വേറെ പണിയെടുക്കണ്ട. ഇത് പോരെ ജീവിക്കേണ്ട മനുഷ്യൻ. ആ വൈഫിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ കുറച്ച് പരിപാടികളുണ്ട് അതിനുള്ള. ഇല്ല, വന്നപ്പോ തന്നെ വരണോന്ന് കരുതിയാണ് ഞാൻ. 1-2 തിക്കുമുട്ടുമായി പോയി. ആ ഞാൻ വിളിക്കാം. നീ വന്നാലേ ഞാൻ അറിഞ്ഞു. എന്നെ വിളിക്കണ്ടത്. വിളിക്കാം. ഞാൻ ഒരു സുഹൃത്തിനെ കണ്ടിട്ട്. ഇതാണ് ആത്മബന്ധം. എടാ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. വന്നപ്പോ തന്നെ കുഞ്ഞുണ്ടായതിന്റെ ഒരു സന്തോഷത്തിന് വീടും ഒക്കെ ആയിട്ടൊന്ന് ചുറ്റിപ്പറ്റി നിന്നുപോയി. സുഖല്ലേ? സുഖമായിരിങ്ങനെ പോകുന്നടാ. നീ അവിടെ തന്നെയല്ലേ വർക്ക് ചെയ്യണം? B+B സൂപ്പർ മാർക്കറ്റില്. B+B സൂപ്പർ മാർക്കറ്റ് സെക്യൂരിറ്റി പണി പോയി. എന്ത് പറ്റി? അത് പറയാണ്ടിടാ. എടാ ഈ കള്ളന്മാർക്ക് പാതിരാത്രി കക്കാൻ വരട്ട് പകൽ എത്ര സമയമുണ്ടാ? അത് ശരി, അവര് പറഞ്ഞ നോക്കാനല്ലേ നിന്നെ ജോലിക്ക് നിർത്തിയേക്കണത്. അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് 2 മണി 3 മണിയിൽ ഒരു ഉറക്കുണ്ട്, 1 മണിക്കൂർ. അത് ആര് വിളിച്ചാൽ എണീക്കില്ല. ഈ സമയത്ത് കറക്റ്റ് വന്ന് പൈസയും സാധനം എല്ലാം എടുത്തുകൊണ്ടുപോയി. ഞാൻ അവനെ പിടിക്കാൻ പോയതിനൊക്കെ മുതലാളിയുടെ കളി പറഞ്ഞു. പക്ഷെ ഇതുണ്ടല്ലോ CCTV, ഞാൻ കൂർക്കം വലിക്കുന്നവരുണ്ടായി. പണി പോയി. അത് ശരി. കൂടെ ഞാൻ എല്ലാ സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുമേഷിനെയും രാജേഷിനെയും ഒക്കെ വിളിച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഇരിക്കാം. ഞാൻ നാളെ എന്റെ വൈഫിന്റെ അമ്മയുടെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകണം. നാളെ ഫുൾ ഫ്രീ ആണ്. ഞാൻ വരാം. എവിടെ? തിരുവനന്തപുരത്താ? ഭയങ്കര ബന്ധമാണ് എനിക്ക് തിരുവനന്തപുരത്ത്. എന്താവശ്യം? അപ്പൊ എന്നാ ഒറ്റക്ക് പോകണ്ടല്ലോ, ഒരു പണിയായി. ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നിച്ചങ്ങോട്ട്